എനിക്ക് ഇതുപോലെ ഔസേപ്പച്ചൻ സാറിന് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് റെക്കോർഡിങ്ങിന് പോകുമ്പോഴാണ്. നിലാവിന്റെ തൂവൽ തൊടുന്ന പോലെ അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ മെലഡിയാണ് എനിക്ക് സാറിന് വേണ്ടി പാടാൻ പറ്റിയത്. അപ്പം ഈ പറഞ്ഞ മാതിരി സാറ് ആദ്യം നമ്മൾ വിചാരിക്കുന്ന പോലെ ആ ഒരു കാലഘട്ടത്തിലുള്ള മ്യൂസിക് ഡയറക്ടേഴ്സൊക്കെ വളരെ വളരെ സീരിയസ്. നമുക്കൊരു മ്യൂസിക് ഡയറക്ടർ എന്ന് പറയുമ്പോൾ ഒരു ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും, ഇങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ഡ്രസ്സിങ്ങിലായാലും. പക്ഷേ ഭയങ്കര കൂളായിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടറാണ് ഔസേപ്പച്ചൻ സാർ. ഫസ്റ്റ് മൂന്നാമതൊരാൾ എന്ന് പറഞ്ഞ പടത്തിൽ പാടാൻ വേണ്ടിയിട്ടാണ് ഔസേപ്പച്ചൻ സാറിന് ഫസ്റ്റ് പാട്ടാണ് എനിക്ക് സാറിന് തന്നത്. അപ്പം അതിൽ ഭയങ്കര പാടാൻ പോകുമ്പോൾ ഉള്ളൊരു ടെൻഷൻ ഉണ്ട്. പക്ഷേ ബൂത്തിൽ കയറി പാടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് സാർ നമുക്ക് തരുന്ന ഒരു ഫ്രീഡം, ആ പാട്ട് ഇൻവോൾവ് ചെയ്ത് പാടാനും നമുക്ക് തരുന്ന ഒരു സ്കോപ്പ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനൊരു സ്പേസ് അതിൽ തരും. ലാസ്റ്റ് പല്ലവി ആകുമ്പോഴത്തേക്കാണ് സാർ ഇനി ഇഷ്ടമുള്ള പോലെ പാടും, ഞാൻ ഒന്ന് കേൾക്കട്ടെ, നമ്മൾ അങ്ങനെ പാടി പോവാം. അപ്പോൾ പിന്നെ അതിൽ നിന്ന് ഒരു സിംഗറുടെ കഴിവിനെ പുറത്ത് കൊണ്ടുവരിക എന്നുള്ളൊരു ദൗത്യം അത് സാറ് ഏറ്റെടുത്ത പോലെയാണ്. സാർ എന്ന് വെച്ചാൽ സിംഗറിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് എക്സ്ട്രാ എംബലിഷ്മെൻറ്റ്സ് കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളത് ചോദിച്ച് പാടിക്കോ എന്ന് പറഞ്ഞു മാക്സിമം നമ്മളെ കൊണ്ട് പാടിച്ച്, പിന്നെ ആ പാട്ട് പുറത്ത് വരുമ്പോൾ അത് വേറെ തന്നെ ഒരു ലെവലാണ്. അപ്പോൾ ഞാൻ പാടുമ്പോൾ ഒരുപാട് എൻജോയ് ചെയ്തൊരു റെക്കോർഡിംഗ് ആണ്. ശരത് ആ പാട്ട് കേട്ടിട്ടുണ്ടാവും വിചാരിക്കണം. ആദ്യത്തെ ഒരു സിനിമയാണ് വി കെ പ്രകാശ് എടുത്തത്. അതായത് ആദ്യമായിട്ടാണ് ഒരു എന്താ പറയുക സാറ്റലൈറ്റ് സിനിമ ഉണ്ടാവുന്നത്. ഇൻ ദ വേൾഡ് ഫസ്റ്റ് സിനിമ, മൂന്നാമതൊരാൾ അതിലെ പാട്ടാണ്. പക്ഷെ അതില് ഈ പാട്ട് മഞ്ചരി പൊളിച്ചു എന്നൊക്കെ നമ്മൾ പറയില്ലേ, തകർത്തു. എനിക്കിപ്പോഴും ആ പാട്ട് ഭയങ്കര ഇഷ്ടം. പിന്നെ അതൊരു നോർമൽ ഫിലിമായി തിയേറ്ററിലൊക്കെ ഓടി ഹിറ്റായിരുന്നെങ്കിൽ കുറേ കൂടിയും പോപ്പുലറായ. അത് വളരെ കുറച്ച് തിയേറ്ററുകളിൽ മാത്രം റിലീസ് ചെയ്ത് അന്ന് അത് സാറ്റലൈറ്റ് പ്രൊജക്ഷൻ വേണം. അപ്പം അങ്ങനെ ശ്രദ്ധിക്കപ്പെടാണ്ട് പോയതാണെങ്കിലും പാട്ട് ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്. പക്ഷെ സാർ ഇതുപോലെ റിയാലിറ്റി ഷോസിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ ഇങ്ങനത്തെ പാട്ടുകൾ ആൾക്കാരിലേക്ക് അധികം എത്താത്ത പാട്ടുകളാണെങ്കിലും ഈ മനോഹരമായിട്ടുള്ള മ്യൂസിക് അവർ റീപ്രൊഡ്യൂസ് ചെയ്യാണ് ഇവിടെ ഈ വേദികളിൽ. ഈ കുട്ടികൾ പാടുമ്പോഴത്തേക്ക് അത്രയും ജനങ്ങളിലേക്ക് പോവുകയാണ്. അപ്പം ഒരുപക്ഷെ ഒരു കാലത്ത് മറന്നുപോയ പാട്ടുകളായിരിക്കാം, അത്രയും സൂപ്പർ ഹിറ്റ് പാട്ടുകളായിരിക്കാം, ക്ലാസിക്കലായിരിക്കാം. പക്ഷെ ഇവർ പാടുമ്പോൾ ഇപ്പം ഇങ്ങനത്തെ ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ ഒക്കെ വേദിയിലൂടെ ആൾക്കാർ എത്ര പേര് അത് കാണുന്നത്. അപ്പോൾ അതിന് ആ പാട്ടുകൾക്ക് കൂടി കിട്ടുന്ന ഒരു എന്താ പറയുക ഒരു പുനർജീവനം കിട്ടില്ലേ. അപ്പൊ അത് വളരെ നല്ല കാര്യമാണ്. ഇത് നമ്മൾക്ക് ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം, പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം, പഴയ സംഗീത സംവിധായകർ അവരെ സംബന്ധിച്ചിടത്തോളം സംഗീത സംവിധായകർ, എഴുത്തുകാർ, അത് ഡയറക്റ്റ് ചെയ്തവരെ അവർക്ക് എല്ലാവർക്കും ഇവിടെ ഒരു പുനർജീവനം കിട്ടുകയാണ് ഓരോ ഇങ്ങനെ പാട്ടുകൾ റിയാലിറ്റി ഷോയിൽ വരുമ്പോൾ. ഓക്കെ ചേച്ചി, എന്തായാലും ഔസേപ്പച്ചൻ സാർ ഇവിടെ നിൽക്കുകയാണ്. ആ പാട്ട് തുടങ്ങി വെച്ചു ഒരു 2 വരി ഒന്ന് സാറിന് വേണ്ടി നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം. വെരി ഗുഡ്, വെരി ഗുഡ്. നിലാവിന്റെ തൂവൽ തൊടുന്ന പോലെ നിശാപുഷ്പം രാവിൽ വിരിഞ്ഞ പോലെ പുഷ്പം രാവിൽ വിരിഞ്ഞ പോലെ, നിലാവിന്റെ തൂവൽ തൊടുന്ന പോലെ, നിശാപുഷ്പം തിരിഞ്ഞ പോലെ, പ്രളയാർദ്രമാം നിന്റെ മിഴി വന്നു ഹൃദയത്തിൽ ഒരു മാത്രമിന്നി മറഞ്ഞു പോയി, ഒരു വാക്ക് ചൊല്ലി കടന്നു പോയി, നിലാവിന്റെ തൂവൽ തൊടുന്ന പോലെ, നിശാപുഷ്പം രാവിൽ വിരിഞ്ഞ പോലെ. താങ്ക് യു സർ ഇതുപോലെയുള്ള പാട്ടുകളൊക്കെ തന്നതിന്.